പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ശശി തരൂരിനെ അവഗണിക്കാൻ ഹൈക്കമാൻഡ് പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന് കേരളത്തിലെ നേതാക്കൾക്ക് നിർദ്ദേശം നൽകി. കോൺഗ്രസ് ആയിട്ട് തരൂരിനെ പുറത്താക്കില്ല. കോൺഗ്രസ് പരിപാടികളിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നത് തരൂരിന്റെ മാത്രം തീരുമാനം എന്നതാണ് ഹൈക്കമാൻഡ് നിലപാട്. പിയാസുനിലുണ്ട്. പിയാസുനിൽ, ഇത് ഇനഫ് ഈസ് ഇനഫ് എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. പക്ഷേ തരൂരിനെ കോൺഗ്രസ് ആയിട്ട് പുറത്താക്കി BJP പാളയത്തിൽ ഞങ്ങളായിട്ട് എത്തിക്കില്ല. തരൂർ ഇറങ്ങി പോവുകയാണെങ്കിൽ പൊക്കോട്ടെ എന്ന നിലപാടാണോ കോൺഗ്രസ് ഹൈക്കമാൻഡിനുള്ളത്? അസുഖമാണെന്ന് പറഞ്ഞിട്ടും അസുഖമായിട്ട് കിടക്കുമ്പോഴും പ്രധാനമന്ത്രിയുടെ വിളിച്ച യോഗത്തിൽ പങ്കെടുക്കാൻ ചെല്ലുകയും എന്നാൽ വർക്കിംഗ് പ്രസിഡന്റുമാരുടെ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത്. ഈ വിഷയത്തിൽ ഇപ്പോൾ ഹസനുമായിട്ടൊരു തർക്കവും നമ്മൾ കേരളത്തിൽ കേട്ടു. അപ്പോൾ കേരളത്തിലെ നേതാക്കൾ ശശി തരൂരിനെ വിട്ടുകള എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തണം എന്നുള്ളതാണോ ഹൈക്കമാൻഡ് പറയുന്നത്? പരിഗണിക്കേണ്ട, മറുപടി കൊടുക്കേണ്ട എന്നതാണോ? അവഗണിക്കാനാണോ നീക്കം? പിയാസുനിൽ. അരുൺ, ഉറപ്പായും ശശി തരൂർ വിഷയം ഒരു ചർച്ചയാക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത പരിപാടിയിൽ എത്തിയ ശശി തരൂർ ആ പരിപാടിയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന് കൈയടിച്ചത്. വെറുതെ കൈയടിച്ചതല്ല, ബീഹാറിൽ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി പ്രവർത്തിച്ചത് കൊണ്ടാണ് ബീഹാറിൽ ഇങ്ങനെ ഒരു വലിയ വിജയം നേടാൻ കഴിഞ്ഞത് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞപ്പോഴാണ് ശശി തരൂർ കൈയടിച്ചത്. അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊപ്പം ഇരുന്നല്ല BJP വിജയിച്ചത് എന്നുകൂടി പറഞ്ഞപ്പോൾ ശശി തരൂർ കൈയടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ SIR വിഷയത്തിൽ രാജ്യവ്യാപകമായി കോൺഗ്രസ് വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ തന്നെ പോകുമ്പോഴാണ് അതിന് വിരുദ്ധമായ നിലപാട് BJPക്ക് അനുകൂലമായി ശശി തരൂർ സ്വീകരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ശശി തരൂരിനെ അവഗണിച്ച് കളയുക എന്ന പഴയ നിലപാട് തന്നെ ആവർത്തിക്കുകയാണ് ഹൈക്കമാൻഡ്. അപ്പോഴും കേരളത്തിലെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ ശശി തരൂരുമായി ബന്ധപ്പെട്ട വിഷയം വെറുതെ ഉയർത്തി അനാവശ്യ വിവാദങ്ങൾക്ക് പോകേണ്ടതില്ല എന്നൊരു നിർദ്ദേശമാണ് കേരളത്തിലെ നേതാക്കൾക്ക് ഹൈക്കമാൻഡ് നൽകുന്നത്. അതുകൊണ്ട് പരമാവധി പരസ്യ പ്രസ്താവനകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതാണ് ഇപ്പോൾ കേരളത്തിലെ നേതാക്കൾക്ക് ഹൈക്കമാൻഡ് നൽകുന്ന നിർദ്ദേശം. ശശി തരൂർ പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്നത് തന്നെയാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. അതേസമയം ശശി തരൂരിനെ പുറത്താക്കുന്ന ഒരു നടപടിയിലേക്ക് കോൺഗ്രസ് പോകില്ല. വേണമെങ്കിൽ ശശി തരൂരിന് സ്വയം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് BJPയിലേക്ക് പോകാം. കോൺഗ്രസ് ആയി അതിനൊരു വഴിയൊരുക്കില്ല എന്ന് ഹൈക്കമാൻഡ് കൃത്യമായൊരു മെസ്സേജ് തന്നെ നൽകുകയാണ്. ഓക്കെ, പിയാസുനിലാണ് വിവരങ്ങൾ നൽകിയത്.